ഹായ് ഗൈസ്, അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ ഒരു ഗോ ടു ഹെയർ പാക്ക് പറഞ്ഞുതരാം. അതായത് ഭയങ്കര അടിപൊളിയാണോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് ഇഷ്ടപ്പെട്ട ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ്. അതായത് എനിക്കിപ്പോൾ നാളെ ഓഫീസ് പോകാം. അപ്പൊ ഞാൻ ചുമ്മാ ഇപ്പിക്ക് സമയമില്ല. അപ്പൊ ചുമ്മാ ഞാനിപ്പോൾ പോയി തല കഴുകിയാലും ഭയങ്കര ഡ്രൈ ആയിട്ട് ഇപ്പൊ എൻ്റെ മുടി ഒരു മാതിരി ഇരിക്കണം, അപ്പൊ ഡ്രൈ ആയി തന്നെ ഇരിക്കും. പക്ഷെ ഈ ഹെയർ പാക്ക് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കിപ്പം ഭയങ്കര അടിപൊളിയായി തോന്നാറുണ്ട് എൻ്റെ ഹെയർ. ഞാൻ അത് കാണിച്ചു തരാം. ബാ. മീര പൗഡർ, പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു സിറം, ഒരു ഹെയർ ഗ്രോത്ത് സിറം ഉണ്ട്, അത്, പിന്നെ ഫ്ലാക്സ് സീഡ് ജെല്ല്, പിന്നെ കേർഡ്. ഇതാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കും, ഈ പ്രൊഡക്ട്സിൻ്റെയൊക്കെ. ഈ സാധനം ഇടുന്നതിന് മുന്നേ നമ്മളൊരു ഹെയർ ഓയിൽ വെച്ച് മോയ്സ്ചറൈസ് ചെയ്യണം. ഞാൻ സാധാരണ ഇടുന്ന ഹെയർ ഓയിൽ റോസ്മേരിന്റെ ഒരു ആൽപ്സ് ഗുഡ്നസിന്റെ തന്നെ ഒരു ഹെയർ ഓയിൽ. അത് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പൊ കഴിഞ്ഞേക്കും. അത് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ അതിന്റെ ഇതിടാം. ഇപ്പൊ ജസ്റ്റ് മോയ്സ്ചറൈസിങ്ങിന് വേണ്ടി ഞാൻ പാരഷൂട്ടാണ് ഇടുന്നത്. ഞാനോട് കുറച്ച് ഇട്ടായിരുന്നു, പിന്നെ കുറച്ച് നേരം മോയ്സ്ചറൈസിങ്ങിന് വേണ്ടി ഇതിട്ടിട്ട് ഒരു 5 മിനിറ്റ് വച്ചിട്ട് നമ്മള് അതിട്ടാൽ മതി. കാരണം അത് ഭയങ്കര ഡ്രൈ പാക്ക് ആയിരിക്കും. നമ്മുടെ ഹെയറിന് ഒരു ഫുൾ ഡ്രൈ ആവാതിരിക്കാൻ ഒരു മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അതിടുന്നേ ഉള്ളൂ. അപ്പൊ പൊതുവേ എൻ്റെ മുടിയിൽ ഭയങ്കര ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ഭയങ്കര ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് എൻ്റെ മുടി ഭയങ്കര പോയി, ഭയങ്കര പ്രശ്നമായിരുന്നു എൻ്റെ മുടി. അതിന്ന് ഞാൻ ഇങ്ങനെ ഇത്രയും ഒരു ഇതിലെങ്കിലും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടെത്തിച്ചത് തന്നെ ഈ ഹെയർ പാക്കും ആ ഹെയർ ഓയിലും കൊണ്ടാണ്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ആ ഹെയർ ഓയിൽ ഞാൻ കാണിച്ചു തരാം, കാരണം ആ ഹെയർ ഓയിൽ ഭയങ്കര മുടി വളരും. പിന്നെ റോസ്മേരി വാട്ടർ കൂടെ ഞാൻ യൂസ് ചെയ്യും. അതും എൻ്റെ കയ്യിൽ കഴിഞ്ഞേക്കാണ്. ഇത് രണ്ടും എനിക്ക് വാങ്ങാണ്ട്. അപ്പൊ ഇത് രണ്ടും ഭയങ്കര എഫക്റ്റീവ് ആണ് കേസ്. റോസ്മേരി ഞാൻ പറയാലോ, ആൾക്കാർ അതിന് ഹൈപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുള്ളതാ, നല്ല വളരെ. കാരണം എനിക്കിവിടെയൊക്കെ ഇപ്പൊ പിന്നെയും കുറച്ച് ഞാൻ അതൊക്കെ കഴിഞ്ഞ് യൂസ് ചെയ്യാത്തോണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഭയങ്കര ചൊട്ടൊക്കെ ആയിരുന്നു. ഇവിടെ കുറച്ച് മുടിക്ക് വന്നു. പിന്നെ ഇപ്പൊ എന്റെ മുടിയാണെങ്കിലും എനിക്ക് ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ, ഭയങ്കര പോയി എന്റെ മുടി. പക്ഷെ ഇപ്പൊ ഒരു സൈഡ് തന്നെ ഇത്രയും തിക്ക് വന്നു എനിക്ക് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഈ പാക്കും അതൊക്കെ കൊണ്ടാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്താണ് ഞാൻ ഇതുവരെ എത്തിച്ചത്. നമുക്ക് പാക്ക് ഇടാം. ഞാനിങ്ങനെയൊക്കെ ഞാൻ കൈ കൊണ്ട് തന്നെ ഇടുന്നത്. എനിക്കാണ് വലിയ അറേഞ്ച്മെന്റ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഇടാം പാക്ക്. ഇങ്ങനെ ഇടുന്നു. നമ്മൾ ഈ മുടി ഇങ്ങനെ മുടിയുടെ അറ്റത്തൊക്കെ ആക്കണം. അതായത് മൊത്തം മുടിയിലാക്കണം. നമ്മൾ ആദ്യം സ്കാൽപ്പിലൊക്കെ ആക്കി മുടിയുടെ അറ്റത്തും ആക്കിയിട്ട് നമ്മളിതുപോലെ എല്ലായിടത്തും ആക്കി എന്നിട്ട് ഞാൻ മുടി ഇങ്ങനെ കെട്ടി ഇവിടെ എനിക്ക് കുളിച്ചിട്ട് കാണാം. അതായത് ഞാൻ ഇന്നലെ രാത്രി മുടി ഉണങ്ങാൻ തന്നെ ലേറ്റായി, അതുകൊണ്ട് ഞാൻ രാത്രി വീഡിയോ എടുത്തില്ല. ഇപ്പൊ കാണിച്ചില്ല. ഞാൻ ഉറങ്ങി എണീച്ചപ്പോ ഭയങ്കര സ്മൂത്താണ് എൻ്റെ മുടി. ഇന്നലെ ഉണ്ടായിരുന്നപ്പോ ഭയങ്കര ഓയിലിയാണ്, ഡ്രൈ ആയിട്ടൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതെന്റെ ഇഷ്ടപ്പെട്ട ഹെയർ പാക്കാണ്. ഞാൻ എന്റെ ഹെയർ കെയർ റുട്ടീൻ ഇതല്ല, ഇനിയും ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ വേറെ വീഡിയോസ് ആയിട്ട് ഇടും. ഇത് ഞാൻ എൻ്റെ ഹെയർ പാക്ക് മാത്രമാണ് കാണിച്ചത്. അപ്പൊ ഞാൻ വേറെ വീഡിയോയില് എൻ്റെ വേറെ എന്താ സ്കിൻ കെയറും അതിന്റെ പാക്സും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ആയിട്ട് വരാം. ബൈ. Thank you.